പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നാം ഈ ലോകത്ത് നോക്കുമ്പോൾ എല്ലാവരും ഈ ലോകത്തെ നോക്കിയാണ് ജീവിക്കുന്നത്. ലോകം നമ്മെ നോക്കി എന്തു പറയും, ലോകം നമ്മെ നോക്കി എന്തു ചിന്തിക്കും എന്ന് നോക്കിയാണ് ഇന്ന് ഈ ലോകത്ത് എല്ലാ വ്യക്തി ജീവിതങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മറന്ന്, ദൈവം നമ്മെ നോക്കുന്നു എന്നുള്ളത് മറന്നുകൊണ്ട് ജീവിക്കുന്ന മേഖലയാണ്. അത് ഏത് മേഖലയുമാകട്ടെ, ഏത് വ്യക്തികളുമാകട്ടെ, ഇന്ന് നോക്കുന്നത് മറ്റുള്ളവർ നമ്മെ നോക്കി എന്തു പറയും, മറ്റുള്ളവർ നമ്മെ എന്താണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പേ, ഈ ലോകത്തിന്റെ മുമ്പേ വലിയ മാന്യത, പ്രശസ്തി, പ്രതാപം എന്നത് നിലനിർത്തുക എന്നത് മാത്രമാണ് എല്ലാവരും നോക്കുന്നത്. അത് ലോകത്തിന് സന്തോഷം നൽകുന്നത്, ലോകത്തിലെ വ്യക്തി ജീവിതങ്ങൾക്ക് സന്തോഷം നൽകുന്നത്, ലോകത്തിലെ മറ്റുള്ള വ്യക്തികൾ കൊള്ളാം 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 എന്ന് പറയുന്നത് അത്രേ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആരൊക്കെ നമ്മെ നോക്കി എന്തു പറഞ്ഞാലും നാം ദൈവത്തെ വിട്ട്, ദൈവത്തിന്റെ ഹിതം വിട്ട് നാം നടക്കാൻ പാടുള്ളതല്ല. നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മുടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തെ ഇന്നും നിയന്ത്രിക്കുന്നവൻ ആയ ക്രിസ്തുവിനെ നാം നോക്കണം. ആ ദൈവത്തെ നോക്കണം. ആ ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പേ നാം മറവല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ രണ്ട് കണ്ണുകൾ എപ്പോഴും ഓരോ വ്യക്തി ജീവിതങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ദൈവത്തിന്റെ ആ രണ്ട് കണ്ണുകൾ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആ കണക്ഷൻ ഒരിക്കലും വിട്ടുപോകത്തില്ല. എപ്പോഴും നമ്മളെ നോക്കി നോക്കി കൊണ്ടേയിരിക്കും. നാം ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളും ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ? നാം ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ലോകത്തുള്ള ഒരു വ്യക്തി ജീവിതങ്ങളെയും നാം പ്രസാദിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ഈ മനുഷ്യനെയും ഈ ലോകത്തുള്ള മറ്റുള്ള വ്യക്തി ജീവിതങ്ങളെയും നാം പ്രസാദിപ്പിക്കുവാൻ നോക്കുമ്പോൾ നാം ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നാം നമ്മുടെ ദൈവത്തിന് ഹിതമുള്ള, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ മനുഷ്യർ ചിലപ്പോൾ നമ്മെ ഇഷ്ടപ്പെടുത്തില്ലായിരിക്കും. മനുഷ്യർ നമ്മെ നോക്കി പലതും പറയുമായിരിക്കും. ഇവൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കുന്നത്, ഇവൻ ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്, ഈ 2024 തന്നെയാണോ ഇവൻ ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങളെ നോക്കി പലരും പറയുകയുണ്ടായിരിക്കും. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നാം നടക്കുമ്പോൾ അത് ലോകത്തിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ലോകത്തിലെ ഒരു വ്യക്തികൾക്കും ഇഷ്ടപ്പെടത്തില്ല. ലോകത്തിലെ ഒരു വ്യക്തികൾക്കും നാം ചെയ്യുന്നത് പ്രസാദകരമായി മാറത്തില്ല. ചിലപ്പോൾ അവർ നമ്മെ വലുതുമൊക്കെ പറയും, നമ്മെ വഴക്കിടും, നമ്മോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവരെന്തൊക്കെയോ പറയട്ടെ, അവരെന്തൊക്കെയോ ചിന്തിക്കട്ടെ, ഈ ലോകം നമ്മെ എന്തോ ചിന്തിക്കട്ടെ എന്ന് വേണം നാം ചിന്തിക്കേണ്ടത്. കർത്താവ്, ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവനായ ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തി നാം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുത്താൽ മാത്രമേ ദൈവം നമ്മെ സ്നേഹിക്കുകയുള്ളൂ, ദൈവം നമ്മെ മാനിക്കുകയുള്ളൂ. ചിലപ്പോൾ ഈ ലോകത്ത് മനുഷ്യർ നമ്മെ മാനിക്കത്തില്ലായിരിക്കും, ഈ ലോകത്ത് മനുഷ്യർ നമ്മെ അംഗീകരിക്കത്തില്ലായിരിക്കും, ഈ ലോകത്ത് മനുഷ്യർക്ക് നാം ഒരു വേസ്റ്റ് ആയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മുത്തുകളായിട്ടാണ് കാണുന്നത്. ആ മുത്തുകൾക്ക് മാത്രമേ ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവമക്കളാണോ, ക്രിസ്ത്യാനികളാണോ? നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ എത്തിപ്പെടണം എന്നുള്ളതായിരിക്കണം. സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിപ്പെടണം എന്നുള്ളതായിരിക്കണം. അങ്ങനെ നാം സ്വർഗരാജ്യത്തിൽ ലക്ഷ്യമാക്കി ജീവിക്കുകയാണെങ്കിൽ
മറ്റുള്ള വ്യക്തികളെ ദ്രോഹിക്കുന്നത്, മറ്റുള്ള വ്യക്തികളെ പ്രയാസപ്പെടുത്തുന്നത്, മറ്റുള്ളവർക്ക് പ്രീതി നേടുവാനായിട്ട് നാം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി ദ്രോഹിച്ച് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നത് നാം പാടെ ഒഴിവാക്കിയിട്ട് കർത്താവിന്റെ ഹിതം, ദൈവത്തിന്റെ ഹിതം, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ നാം ജീവിക്കുന്നവരായിരിക്കും. നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനായ ദൈവത്തിന്റെ കണ്ണുകളെ ആർക്കും തന്നെ മറയ്ക്കുവാൻ സാധിക്കുകയില്ല. ഒന്നും തന്നെ മറയ്ക്കുവാൻ സാധിക്കുകയില്ല. നാം രഹസ്യത്തിൽ മറ്റുള്ളവർ അറിയാതെ പല പാപങ്ങളും പല തെറ്റുകളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ലോകത്തെ നമുക്ക് മറയ്ക്കുവാൻ സാധിക്കും. ലോകത്തിന്റെ കണ്ണ് മറയും, പക്ഷെ ദൈവത്തിന്റെ കണ്ണ് മറയത്തില്ല. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കുവാൻ മാത്രം നാം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശമുള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കും. അതിനായി ദൈവമക്കളെ നാം ഒരുങ്ങേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനികളല്ല ആരായാലും നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തികളും ചെയ്യാതെ ജീവിക്കുവാൻ നാം പരിശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിച്ചാൽ മാത്രമേ ആ കണ്ണുകൾക്ക് മറവില്ലാതെ, ആ കണ്ണുകൾക്ക് ഒരിക്കലും നാം മറവില്ല എന്ന് മനസ്സിലാക്കി നാം തെറ്റുകൾ ചെയ്യാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ, മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് ഒരു വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാൻ മറ്റൊരു വ്യക്തിയെ ചവിട്ടിത്തേച്ച്, ഒരു വ്യക്തിയെ പ്രീതിപ്പെടുത്തുവാൻ 4-5 വ്യക്തികളെ പ്രീതിപ്പെടുത്തുവാൻ ഒരു വ്യക്തിയെ ചവിട്ടിത്തേച്ച്, ആ വ്യക്തി ചെയ്യാത്തതായ പല തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച്, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം വെച്ച് ജീവിച്ചാൽ തീർച്ചയായും നിശ്ചയമായും സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, ദൈവരാജ്യം അവകാശമാക്കുവാൻ നാം ജീവിതത്തിൽ ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് വേണം, നിത്യതയെ ലക്ഷ്യം വെച്ച് വേണം ജീവിക്കാൻ. നിത്യത എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കണം. നിത്യതയിൽ എത്തുവാൻ ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ നാം ചെയ്യുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രിയ മക്കളായി ദൈവത്തിന്റെ പക്കലായിരിക്കാൻ സാധിക്കും. നാം വിചാരിക്കും തെറ്റുകൾ എന്തൊക്കെ ചെയ്താലും ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നു എന്ന്. തെറ്റുകൾ പലതും ചെയ്യുന്ന വ്യക്തികൾ ഉന്നത നിലവാരത്തിൽ എത്താറുണ്ട്, ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താറുണ്ട്, എല്ലാവരും മാനിക്കപ്പെടുന്ന രീതിയിൽ എത്താറുണ്ട്. പക്ഷേ അവരെ ദൈവം കാണുന്നില്ല, അവർക്ക് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും അവരെ ദൈവം അറിയുന്നില്ല എന്നുള്ളത്. ആ അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ ദൈവഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിത്യജീവന് അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ജീവിക്കണം. ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പേ നാം ഒരിക്കലും മറവല്ല. നാം ചെയ്യുന്നതായ ഒരു പാപവും ദൈവത്തിന്റെ മുൻപിൽ മറവല്ല. മനുഷ്യരെ മാത്രമേ മറച്ചു വെക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഹൃദയത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിത്യജീവന് അവകാശമാക്കി ആ കണ്ണുകളുടെ മുമ്പേ എപ്പോഴും സത്യസന്ധമായി ആ കണ്ണുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ച് ജീവിക്കുവാനായിട്ട് നാം ഇടയായിത്തീരും. അതിനായി മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ നിത്യത നമുക്ക് അവകാശമാക്കി മാറ്റുവാൻ സാധിക്കും. ആ കണ്ണുകൾക്ക് ഒന്നും മറവല്ല, ആ 2 കണ്ണുകൾക്ക് ഒന്നും തന്നെ മറവല്ല. ഈ ലോകത്തിലെ ഏതു കാര്യവും മറവല്ല, ഏത് സംഭവവും മറവല്ല. അതുകൊണ്ട് ആ കണ്ണുകളെ നോക്കി ആ കണ്ണുകളുടെ മുമ്പേ നീതിയോടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതിനായി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ആ കണ്ണുകളെ മറയ്ക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. എല്ലാവരുടെ മുമ്പിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് ഷോ കാണിക്കാൻ പറ്റും. പക്ഷേ ആ കണ്ണുകൾ ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കത്തില്ല. ആ കണ്ണുകളുടെ അംഗീകാരം ആണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം.
ആ കണ്ണുകൾക്ക് ഹിതമുള്ള ജീവിതം നാം നയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവരാജ്യത്തിന്, നിത്യതയ്ക്ക് അവകാശമായി, സ്വർഗരാജ്യത്തിന് അവകാശമായി നമുക്ക് മാറുവാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.